വയ്യെങ്കിൽ ഒരു ഭാഗത്തിരുന്നോളി. താനാ കൊയ്ത്ത് മിഷന്റെ കാര്യമൊക്കെ ശരിയാക്കി. അതൊക്കെ ഇന്നലെ ശരിയാക്കി. ആ ഭാഗ്യം. ഇങ്ങോട്ട് വാരി നിറച്ചുകൂടാത്. നിങ്ങൾ എന്ത് ഭാവിച്ചായി വെയിൽ മുഴുവൻ കൊള്ളാൻ നിക്കണേ? ഇന്നലെ കുറച്ചതൊന്നും ഓർമ്മയില്ലേ? ഒക്കെ ഓർമ്മയുണ്ട്. ഇനി നീ കിടന്ന് കുറയ്ക്കണ്ട. ഇത്തിരി കഞ്ഞിവെള്ളം കിടക്കേ. ഒന്നും പറയാൻ നിവർത്തിയില്ല. ഈ വയസ്സാം കാലത്ത് ഒരു ഊന്നുവരയുടെ ഉപകാരം പോലും ഇല്ലാത്ത ഒരുത്തരെയാണല്ലോ നീ എനിക്ക് തന്നത് കൃഷ്ണ. എന്താണ് 100 ആയസ അച്ഛന്റെ മകനെ പറ്റി ഇപ്പൊ പറഞ്ഞോളൂ. ആയുസ് നിങ്ങളെടുത്തോളയും മറ്റേത് അച്ഛനും മകനും തമ്മിലുള്ള മനപ്പുരത്താണ്. അല്ല, കൃഷിയൊക്കെ ഭംഗിയായിട്ട് നടക്കണില്ലേ? ഭംഗിയായിട്ട് നടക്കാൻ ആരെങ്കിലും കൃഷി ചെയ്യോ ബാല? അതിത്തിരി ചളി പറ്റുന്ന കേസല്ലേ? നല്ല നർമ്മം. ഏട്ടാ, നിങ്ങൾ തുമ്പ പിടിച്ചില്ലായിരുന്നുണ്ടല്ലോ, പേന പിടിച്ചേനെ. പേനയൊന്നും പിടിക്കണ്ടേ? പേന പിടിച്ചവരൊക്കെ അരി മേടിക്കാൻ കാശിലാണ് ഇപ്പൊ തൂമ്പ പിടിക്കുക. വല്ലാത്ത ടീമാണ്. നിനക്ക് അവളെയും കുട്ടികളെയും കൂടെ കൂട്ടായിരുന്നില്ലേ ബാല? ഓ, ഈ തിരക്കിനിടലല്ലേ? എന്താ തിരക്ക്? അത്രക്ക് തിരക്കായിരുന്നെങ്കിൽ ഈ 2-3 മണിക്കൂർ യാത്ര ചെയ്ത് നീ വന്നേക്കനെയാ. സെന്റിന് 1-1.5 ലക്ഷം രൂപ മുടക്കി ടൗണിൽ സ്ഥലം വാങ്ങിയതേ മണ്ടത്തരം. 8 സെന്റ് സ്ഥലത്തിന് കൊടുത്ത പണം കൊണ്ട് ഇവിടെ 3 ഏക്കർ പൊന്നു വിളയുന്ന മണ്ണ് വാങ്ങാം. ഇനി ഇല്ലാത്ത പണം കൊണ്ട് ഒരു വീടും. എത്രയെന്ന് വെച്ചാണ് ആ വാടക വീട്ടിൽ കുട്ടികളെയും കൊണ്ട് കഴിയുക? ആരും പറഞ്ഞില്ലല്ലോ. നിനക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മര്യാദയ്ക്കൊരു കുടുംബം കഴിച്ചു പോകാൻ പറ്റുമോ? അതും അത്രയും ദൂരെ. അതിന്റെ കൂടെ ഒരു വീട് പണി. പിന്നെ ഈ വീടാർക്കാ? പറഞ്ഞാ കൂടിപ്പോവും. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? അവൻ വന്നു കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങി. അല്ല, നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ. ഒക്കെ സ്വന്തം കീശയില് കാശുണ്ടെങ്കിൽ, അല്ലാതെ എന്നെ കണ്ടോണ്ട് കൊടുക്കണ്ട. കുറച്ചുകൂടെ കഴിക്കും മോനെ. മതി. നീ ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമാ ഈ ദേഷ്യവും വഴക്കുമൊക്കെ. അച്ഛനെ നിനക്കറിഞ്ഞൂടെ? എന്തൊക്കെയാണെങ്കിലും അച്ഛന്റെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ടാവും. അനുഗ്രഹം ഉണ്ടായ വീട് വെക്കാൻ പറ്റൂ അമ്മേ? ചേടാ, ഇത് തന്നെയാ നിന്റെ കുഴപ്പം. മിണ്ടിയ തർക്കുത്തരേ പറയൂ. ചെറുപ്പം മുതലേ ഇങ്ങനെയാ. എന്തെങ്കിലും ഒരു കാര്യത്തിന് കിട്ടിയിട്ടുണ്ടോ നിന്നെ? സ്വന്തം കാലം നിക്കാറായപ്പോ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടി നീ അങ്ങ് സ്ഥലം വിട്ടു. ഓ, എപ്പ വന്നാലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. അതെ, വീട് വെക്കാനുള്ള കാശൊക്കെ ആയോ നിനക്ക്? കുറച്ച് പൈസ എന്റെ കയ്യിലുണ്ട്. പിന്നെ അവളുടെ സ്വർണ്ണം ഉണ്ടല്ലോ. ബാക്കി എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ ഒരു കാര്യം ചെയ്യും, ആദ്യം പോയി ഒരു ജോത്സ്യനെ കാണാം. ബാക്കി പൈസ ജോത്സ്യൻ തരുമോ? അല്ലാതെ ഒക്കെ ജോത്സ്യന്മാരെ ഏജന്റുകളാ. പിന്നെ ചെന്ന ഉടനെ ആദ്യം അതാ പറഞ്ഞത്. അപ്പൊ മുത്തശ്ശൻ അകത്ത് പോയിട്ടേ അലമാര തുറന്നിട്ട് 5000 ഉറുപ്പിക എടുത്തു തന്നിട്ട് പറഞ്ഞു, നാ ഇത് കൊണ്ടുപോയിട്ട് സേതുപോന് കൊടുക്കുന്ന്. ആ പൈസ എടുത്തു തരട്ടെ ഞാന്. അല്ലാതെ പിന്നെ അവന്റെ ടൂറിന്റെ കാര്യം പറയാനല്ലേ ഞാൻ പോയത്. ഒരു അത്യാവശ്യ കാര്യത്തിന് അച്ഛന്റെ അടുത്ത് ചെന്ന അച്ഛനെ പോലെ ഒരു പിശുക്കുണ്ടാവില്ല ലോകത്തില്. തൊഴുത്ത് പണിയണം, വളം ഇറക്കണം, പണിക്കാർക്ക് കൂലി കൊടുക്കണം, ഒരു 100,000 കാര്യങ്ങളും എടുത്തിട്ട് മുമ്പിലേക്ക്. പിന്നെ അങ്ങോട്ടൊന്നും പറയില്ലല്ലോ. തുടങ്ങി എപ്പോ പോയി വന്നാലും ഈ കുറ്റം പറിച്ചില്ല. അല്ലാതെ പിന്നെ ഒറ്റ മകനേ ഉള്ളൂ. അതിനെങ്ങനെ മകനേക്കാ സ്നേഹം മണ്ണിനോടാ. കർഷകശ്രീ അവാർഡും വാങ്ങി കൃഷി കെട്ടിപ്പിടിച്ച് കഴിയട്ടെ. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അമ്മേ. അനുഗ്രഹം ഉണ്ടാവും അത്ര. അതുണ്ടായ പിന്നെ എല്ലാം ആയല്ലോ. ഇതുണ്ടോ? എന്താ അമ്മയുടെ വളകളാ. ഓ, അമ്മ എന്തോ വെക്കണ്ട് പറഞ്ഞിരുന്നു. എന്തായാലും വരച്ചു നോക്കിയിട്ട് എടുത്താ മതി. ഒന്ന് പോ ബാലേട്ടാ. എന്നാ പിടിച്ചോ. വെള്ളിക്കൈ, വെള്ളിത്തല, വെള്ളിക്കഴുത്ത്, വെള്ളിക്കണ്ണ്, വെള്ളി ആൾരൂപം, കൈകാലുകൾക്ക് ശേഷിയില്ലായ്മ, കണ്ണ്, മൂക്ക്, ചെവി, വെള്ളിപ്പല്ല് എന്നീ വഴിപാടുകൾ കുടുംബത്തിൽ സ്പർദ്ധ, മാട്ട്, മാരണം എല്ലാത്തിൽ നിന്നും മുക്തി നേടി ജീവിതത്തിൽ ഉയർച്ച നേടാം. വെള്ളിക്കാൽ, വെള്ളിക്കൈ, എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടോ? അല്ല, നിങ്ങളിൽ വെള്ളിക്കുണ്ടി ഉണ്ടോ? എന്ത് വെള്ളിക്കുണ്ടി? അല്ല, ഇവന് മൂലക്കൂറിന്റെ കുഴപ്പണ്ടേ, അങ്ങനത്തെ ഓനൊന്നും കൊടുത്താളി. വെള്ളിക്കുണ്ടി ഉണ്ടാവൂല. ഇനി വരുമ്പോ കിട്ടുമെന്ന് നോക്കാം. ഓ ഡോ, അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരാന്ന്. ഒരു ചായ. വെള്ളിക്കുണ്ടിയോ? അതിനിപ്പോ എവിടുന്ന് കിട്ടാനാ? എങ്ങണ്ട് വെള്ളിയായി ഞമ്മളോട്. രാമകൃഷ്ണ, ഒന്ന് ഇവിടെ നോക്കണേ, ഞാൻ ഒന്ന് പള്ളിയിൽ പോയി തരാം. സേതാലിക്ക,
ബാല ആ നീയല്ലേ നാട്ടിൽ പോണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തേ പോയില്ലേ? പോവും ചെയ്തു, അതേപോലെ അങ്ങോട്ട് പോരും ചെയ്തു. അതൊന്നും നടക്കൂല സൈതാലിക്ക. ആ ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞ് തീരുമാനിക്കല്ല. നീ ഒരു കാര്യം ചെയ്യ്, വീടിന്റെ പണി അങ്ങോട്ട് കൊടുക്കുക, ബാക്കിയൊക്കെ അങ്ങോട്ട് നടന്നോളൂ. ഞാനിപ്പോ ആലോചിക്കണേ, ആ അവരോടും ഇവരോടും കടം വാങ്ങണേക്കാ നല്ലത് ലോൺ എടുത്താലോന്നാ. ലോണോ? എന്തേ? ലോണൊക്കെ എനിക്ക് കിട്ടിയെന്ന് വരും, അതൊക്കെ വലിയ ഇടങ്ങാറാ. നേരാൻ മണ്ണ് അടച്ചിട്ടില്ലെങ്കിൽ മേത്തുനിന്ന് പോകില്ല ആലാക്ക്. ഇന്റെ കാര്യത്തിൽ എനിക്ക് അറിയൂടെ, ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അടക്കാൻ കഴിയാഞ്ഞിട്ട് പലിശയായിട്ട് നോട്ടീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അല്ല, എപ്പോഴും കിട്ടുമ്പോ കൊണ്ടേ അടക്കും, അതുകൊണ്ട് കാര്യമില്ലല്ലോ. പിന്നെ കറക്റ്റായിട്ട് അടക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ലോൺ എടുത്തിട്ടായാലും ഒരു വീട് വെച്ചാ വാടക വീട്ടിൽ നിന്ന് മാറാലോ. ആ വാടക വീട് പറഞ്ഞപ്പോഴാണ് ഓർമ്മയത്. അന്ന് ആരെ കണ്ടിരുന്നു, ആരെ കുട്ടികളും മക്കളൊക്കെ പാടെ വരുന്നുണ്ട് അത്ര. അപ്പോഴേക്ക് വീട് കാലിയാക്കി കൊടുക്കേണ്ടി വരും. അല്ല, 5-6 മാസം സമയമുണ്ട്. നമുക്ക് വാടകയൊക്കെ വെച്ചിട്ടൊന്നും നന്നല്ലോ. നമ്മളാണ് അതിനത്ര വാടകയും കൊടുത്തിട്ടില്ല. ഒരു സഹായമായിട്ടാണ് നമുക്ക് ചെയ്തപ്പോ നമ്മളെ കൊണ്ട് ആൾക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. ഏത് എന്നാ പിന്നെ പോലെ ഞാൻ ഒന്ന് പള്ളി കയറട്ടെ. ശരി. ഇതിപ്പോ മൊത്തത്തിൽ ഉടക്കുകളാണല്ലോ കാണുന്നത് തമ്പുരാനെ. സാർ നമസ്കാരം. നമസ്കാരം. ഞാനൊരു ലോണിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ലോൺ സെക്ഷനിലെ മാഡം ഒന്ന് ലീവാണല്ലോ. ഒരു കാര്യം ചെയ്യൂ, മാനേജറെ ഒന്ന് കണ്ടോളൂ. ആ ശരി, ഓക്കെ. സാർ നമസ്കാരം. നമസ്കാരം. എന്താ, ഇരിക്കൂ. സാർ എനിക്ക് ഒരു ലോൺ വേണം. ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. എന്തിനാ ലോൺ? വീട് വെക്കാനാ. എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഗവൺമെന്റ് UP സ്കൂൾ. മാഷാണോ? മാഷല്ല, പ്യൂണാണ്. ഇരിക്കടോ. പ്രോപ്പർട്ടി എവിടെയാണ്? പ്രോപ്പർട്ടി അമ്പലത്തിന്റെ തെക്ക് ഭാഗം. എത്ര സെന്റ് ഉണ്ട്? 8 സെന്റ് വരും. സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാം. ഓ, പിന്നെ 33% ഞങ്ങളുടെ ബാങ്കിൽ ലോൺ കൊടുക്കുന്നത്. ശരി. പ്ലാനും എസ്റ്റിമേറ്റ് ഒക്കെ റെഡി ആയോ? പ്ലാന് എങ്ങനെ വരച്ചിട്ടുണ്ട്, ഇനിയിപ്പോ എസ്റ്റിമേറ്റിന്റെ നോക്കാം. അപ്പൊ മറ്റു പേപ്പേഴ്സ് ഒക്കെ ഇട്ട് പാടോ. ആ അല്ല സാർ, എന്തൊക്കെ വേണ്ടി വരും? അല്ല, എന്തൊക്കെ വേണ്ടി വരാന്ന്? ഒരു മിനിറ്റ്. ആ, ആധാരം, അടിയാധാരം, കുടിക്കട സർട്ടിഫിക്കറ്റ്, 30 വർഷത്തെ പോക്കുവരവ്, നികുതി അടച്ച രസീറ്റ്, കൈവശ സർട്ടിഫിക്കറ്റ്, സ്ഥലത്തിന്റെ സ്കെച്ച്, പ്ലാൻ, റൂട്ട് മാപ്പ്, തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി, 2 ഫോട്ടോ, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, മുനിസിപ്പാലിറ്റി സാങ്ഷൻ. പിന്നെ നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തിരിച്ചറിയുന്നതിന്റെ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്. അപ്പൊ താൻ ഈ വക പേപ്പേഴ്സ് ഒന്നും ഇല്ലാണ്ടാ ബാങ്കിലേക്ക് പോയത്? അപ്പന്റെ കുരുവിള മാഷ, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഗവൺമെന്റ് എംപ്ലോയിക്ക് പെട്ടെന്ന് ലോൺ കിട്ടുന്നു? പെട്ടെന്ന് കിട്ടുന്നു പറഞ്ഞ ഓടി അങ്ങോട്ട് ചെന്ന പിടിച്ചു പറിച്ചങ്ങോട്ട് കൊണ്ടുവരാന്ന് ഞാൻ പറഞ്ഞോ. അതിന് അതിന്റേതായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ അല്ലേ. ചുരുക്കി പറഞ്ഞ ബാലൻ ഇപ്പൊ വീട് വെക്കാൻ തീരുമാനിച്ചുല്ലേ? എടോ, വീട് വെക്കാനാണെങ്കിൽ സ്ഥാനം നോക്കാനും കുറ്റിയടിക്കാനും ഒക്കെ നമ്മുടെ രാമൻ മണിക്കരെ വിളിച്ചോ. ഇന്നിപ്പോ ആരാ മാഷ പണിക്കരൊക്കെ വിളിക്കണത്? ഇപ്പൊ വാസ്തു അല്ലേ എല്ലായിടത്തും ഫാഷൻ. വാസു? അതേത് പണിക്കരാ? വാസു അല്ല, വാസ്തു. എന്റെ ശുക്കൂർക്കാക്കും കൂടി ഒരു ലോൺ എടുത്ത് കൊടുക്കേ. എന്തിനാ? ചിന്തിക്കാനോ? വെറുതെ ഇരുന്ന് ചിന്തിക്കണം. മൂപ്പർക്ക് എന്തിനാണ് ടീച്ചറെ ലോൺ? അല്ല മാഷേ, ലോൺ എടുത്താ പിന്നെ അത് എങ്ങനെ അടക്കണ്ടേന്ന് ചിന്തിക്കാലോ. പ്രിയ സുഹൃത്തുക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മണൽ കൊള്ള എവിടെയാണ് അവസാനിക്കുന്നത്? നാം നമ്മോട് തന്നെ മത്സരിക്കുകയല്ലേ? മണൽ വാരി വാരി നമ്മുടെ പുഴകൾ ഇന്ന് കാടും പടലുമായിരിക്കുന്നു. തടയണ കെട്ടിയ ഇടങ്ങളിലെല്ലാം ചെളി നിറഞ്ഞ് ചെളിക്കുണ്ടുകളായി മാറിയിരിക്കുന്നു. മത്സരിക്കുകയല്ലേ സുഹൃത്തുക്കളെ നമ്മൾ? ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ പ്രിയ സുഹൃത്ത് കവി അനി പാടിയ 2 വരികളാണ്. കടലിലേക്കുള്ള വഴി തേടി പുഴയിലിറങ്ങിയ മഴത്തുള്ളി പുഴയിലെ കുഴിയിൽ വീണു മരിച്ചു. ഹലോ, ഒരു മിനിറ്റ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്നാ ഇതൊന്ന് പിടിച്ചേ, ഒരു മിനിറ്റ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ എത്ര ലോഡ്? ബഹുമാനപ്പെട്ട 3 ലോഡ് മണല. പോലീസിനെ വിളിച്ച് പറഞ്ഞോളാം, നീ ലോഡ് അടിച്ചോ. റേഷൻ കാർഡിന്റെ കോപ്പി, ആധാരത്തിന്റെ കോപ്പി, കരമടച്ച കടലാസ്, റെസീറ്റ് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് സാർ. കംപ്രമൈസ് സർട്ടിഫിക്കറ്റ് മുമ്പേ പറഞ്ഞില്ലല്ലോ. അപ്പൊ പറഞ്ഞ ഇപ്പൊ പറയാൻ പറ്റുമോ? ഇത് വലിയ പോയി മരിച്ചിട്ടോട് ആളെ മെനക്കെടുത്താനായിട്ട്. എന്താ സാറേ, ഞാനൊരു ലോണിന്റെ കാര്യത്തിന്. ലോൺ ഇവിടുന്ന് അല്ലേ? അല്ല, വീട് വെക്കാൻ. വീട് എന്താ, എനിക്ക് സമയമില്ല, തിരക്കാ, ഭയങ്കര തിരക്കാ. അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ, ഞാനിന്ന് ലീവ് എടുത്താ വന്നത്. എംപ്ലോയി ആണോ? അതെ, ഗവൺമെന്റ് UP സ്കൂൾ. ഓ, മാഷാണല്ലേ, ഇരിക്കൂ. അയ്യോ കുഴപ്പമില്ല, ഞാൻ നിന്നോളാം, ഞാൻ മാഷല്ല. അപ്പൊ ഹെഡ് മാഷാണല്ലേ, ഇരിക്കൂ. രാമകൃഷ്ണ, UP സ്കൂൾ ഹെഡ് മാഷാ. അദ്ദേഹത്തിന് ചായ കൊടുക്കൂ. മാഷക്ക് ചായ കാപ്പിയാ? എനിക്ക് ചായയും കാപ്പിയൊന്നും വേണ്ട, ഞാൻ ഹെഡ് മാഷല്ല. അല്ല, ഹെഡ് മാഷല്ലെങ്കിലും ഒരു ചായ കുടിക്കാനോ മാഷേ? പിന്നെയും പറഞ്ഞു മാഷേന്ന്, ഞാൻ പ്യൂണാണേ. എന്താ കട്ടൻ ചായ മതി കേട്ടോ. രാമകൃഷ്ണ, ഒരു ചായയും ഒരു കട്ടൻ ചായയും കുറച്ച് പലഹാരം. ഓ ശരി. എന്താ പിയൂണേ? സാറേ,
ഇതിപ്പോ 3ാമത്തെ തവണയാണ് ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇവിടെ വരുന്നത്. ആദ്യം വന്നപ്പോ സാറ് പറഞ്ഞു ഐഡന്റിറ്റി കാർഡ് വേണം, റേഷൻ കാർഡ് വേണം, നികുതി അടച്ചതിന്റെ റെസീറ്റ് വേണം എന്നൊക്കെ. അതൊക്കെ ആയിട്ട് വന്നപ്പോ സാറ് പറഞ്ഞു ഇന്നൊഴിവില്ല, വേറൊരു ദിവസം വന്ന്. അന്ന് വന്നപ്പോ സാറിന്റെ കുട്ടിയുടെ ചോറൂണിനും പോയി. പിന്നെ വരാന്ന് പറഞ്ഞ ദിവസമാണ് ഇന്ന്. ഇന്നിപ്പോ ഞാൻ എന്താ വേണ്ടത്? എന്നാ ഒരു കാര്യം ചെയ്യ്, നാളെ വാ. നാളെ ഞായറാഴ്ചയാണ്. ഓ എന്നാ തിങ്കളാഴ്ച വാ. തിങ്കളാഴ്ച ബന്ധല്ലേ സാർ? ഓ താൻ എന്നാ ചൊവ്വാഴ്ച വാ. എന്റെ പൊന്ന് സാറേ, നിങ്ങൾ ആളെ വട്ടം ചുറ്റിക്കരുത്. ആ സ്ഥലം ഒന്ന് വന്ന് നോക്കാൻ വേണ്ടി ഞാൻ കുറെ ദിവസമായില്ലേ നടക്കണു. അത് വാങ്ങിക്കാൻ ഞാൻ ഇത്രയും നടന്നിട്ടില്ല. എത്രയെന്ന് വിചാരിച്ചിട്ടാ സാർ അതിനൊക്കെ ഇങ്ങനെ ലീവ് എടുക്കുക? ഞാനിങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇടോ അപ്പൊ പലഹാരമൊന്നും ഇല്ലേ? പലഹാരോ? ചോറുണ്ടാൻ വേണ്ടി പോകുന്ന സമയത്താണ് പലഹാരം. ഊണ് കഴിക്കുന്ന സമയമാണ്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചായ കുടിച്ചിട്ട് ഊണ് കഴിക്കാം. എന്താ? അപ്പൊ എന്റെ സ്ഥലത്തിന്റെ കാര്യം? ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. ആദ്യം നമുക്ക് സ്ഥലം ഇളക്കാം, എന്നിട്ട് നമുക്ക് ഊണ് കഴിക്കാം. എന്താ? കഴിക്കല്ലേ? അപ്പൊ സ്ഥലം ഇളക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് ഊണ് കഴിക്കാലോ. രാമേഷ ഒന്ന് ഓട്ടോ പിടിച്ചോ, പിന്നെ ഈ ചായയുടെ കാശ് കൊടുത്തേക്കണേ.